റമദാനിൽ ഗാസയെ ആക്രമിക്കരുതെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം ഇസ്രയേൽ അംഗീകരിക്കുകയുണ്ടായി. യാഥാർത്ഥ്യം എന്തെന്നാൽ പെട്ടെന്നുള്ള ഒരു ആക്രമണം ഗാസക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ്. മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രയേൽ അവരുടെ വംശഹത്യ ആക്രമണം നടത്തിയത്. സമാധാനത്തിൽ ഉണരാനായി കിടന്നവരിലേക്ക് യഥാർത്ഥത്തിൽ മരണമഴയായിരുന്നു പെയ്തിറങ്ങിയത്. പട്ടിണി കൊണ്ട് തളർന്നുപോയ ഗാസ ജനതയുടെ മേൽ വീണ്ടും ഒരു മരണമഴ ഇസ്രയേൽ പെയ്ച്ചു. തെരുവുകളെല്ലാം ചോരക്കളങ്ങളായി മാറുകയായിരുന്നു. ആക്രമണത്തിൽ 420ഓളം പേർ കൊല്ലപ്പെട്ടതായും 562 പേർക്ക് പരിക്കേറ്റതുമായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. വെടിനിർത്തലിനെ തുടർന്ന് തകർന്ന വീടുകളിലേക്കെല്ലാം പാലസ്തീനികളായ ജനങ്ങൾ മടങ്ങി വന്നിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ രൂക്ഷമായ ബോംബ് വർഷത്തിൽ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം തന്നെ കൊല്ലപ്പെടുകയായിരുന്നു ചെയ്തത്. നിരവധി കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ആക്രമണത്തിൽ ഇല്ലാതായത്. മൃതദേഹങ്ങളും പരിക്കേറ്റവരെയും പ്രധാനമായിട്ടും കുതിരവണ്ടിയിലായിരുന്നു ആശുപത്രികളിലേക്ക് എത്തിച്ചിരുന്നത്. മാത്രമല്ല, ഈ കുതിരവണ്ടി അപകടത്തിൽപ്പെട്ടും നിരവധി പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. ഗാസയിൽ എങ്ങും കാണാൻ കഴിയുന്ന കാഴ്ച എന്നത് കുട്ടികളുമായി ആശുപത്രിയിലേക്ക് ഓടുന്നവരെയാണ്. പരിക്കേറ്റവരെ എല്ലാം കൊണ്ട് അൽ അഹിലിൽ ആശുപത്രി നിറഞ്ഞു കവിയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ മിനിറ്റിലും പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രി നിറയുകയാണെന്ന് ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രി ഡയറക്ടറായിട്ടുള്ള മുഹമ്മദ് അബു സൽമിയ വെളിപ്പെടുത്തുകയുണ്ടായി. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ശക്തമായ ബോംബ് ആക്രമണങ്ങളിൽ നിരവധി പാലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവരിലേറെയും ഉൾപ്പെടുന്നത് കുട്ടികളും സ്ത്രീകളുമാണ്. 526ഓളം പേർക്ക് പരിക്കും ഏൽക്കുകയുണ്ടായി. ചൊവ്വാഴ്ച പുലർച്ചെ തെക്കൻ ഗാസ മുതൽ വടക്കൻ ഗാസ വരെ വീടുകളിലും അഭയാർത്ഥി കൂടാരങ്ങളിലുമായിരുന്നു ഇസ്രയേൽ ബോംബ് ആക്രമണം നടത്തിയിരുന്നത്. മാത്രമല്ല, കനത്ത ഷെല്ലാക്രമണവും ഉണ്ടായി. 2 മാസം നീണ്ട വെടിനിർത്തൽ അവസാനിപ്പിച്ച ഇസ്രയേൽ ഗാസയിൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നിലവിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. വടക്കൻ ഗാസയിലെ ബേത് ഹനും അടക്കം വിവിധ പട്ടണത്തിലെ ജനങ്ങളോട് ഒഴിയാനും ഇവർ ആവശ്യപ്പെടുകയുണ്ടായി. സൈന്യം വീണ്ടും ഗാസയിൽ തിരിച്ചെത്തിയേക്കുമെന്ന സൂചനയാണ് നിലവിലുള്ളത്. ജനുവരി 19 വെടിനിർത്തൽ പ്രാബല്യത്തിലായതിനു ശേഷം ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിപ്പോൾ അവർ ഗാസയിൽ നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ അനുമതിയോടെയാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണമെന്ന് വൈറ്റ് ഹൗസ് വക്താവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 5 മുതിർന്ന ഹമാസ് നേതാക്കളും കുടുംബാംഗങ്ങളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുമുണ്ട്. യമനിലെ ഹൂതികൾ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ ആക്രമണം ഇനിയും തുടരുകയാണെങ്കിൽ ഇറാൻ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി രംഗത്തും വന്നിരുന്നു. ഹൂതികൾ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഉതിർക്കുന്ന ഓരോ വെടിയുണ്ടയ്ക്കും ഇറാൻ ഉത്തരവാദികളായിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം തന്നെ യമനിൽ വ്യോമസേന 30 ഹൂതി കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തതായിട്ടാണ് അമേരിക്ക നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനിടെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയതായിട്ട് ഹൂതികൾ അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് USS ഹാരി എസ് ട്രൂമാൻ കപ്പലിനെ ആക്രമിച്ചു എന്നാണ് ഹൂതികൾ ഉയർത്തുന്ന അവകാശവാദം. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഉണ്ടായ നാശത്തിന്റെ പൂർണ്ണ വ്യാപ്തി ഇപ്പോഴും നിലവിൽ ശരിക്കും വ്യക്തമല്ല. പക്ഷേ ഗാസയിൽ ഇതിനോടകം തന്നെ തകർന്ന ആശുപത്രി സംവിധാനം അപകടങ്ങൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണെന്നാണ് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തോക്കുധാരികൾ ഇസ്രയേൽ അതിർത്തി പട്ടണങ്ങൾ അതിക്രമിച്ച് കയറുകയും ചെയ്തിരുന്നു. ഇവരുടെ ഈ ആക്രമണത്തിൽ 1200ഓളം പേർ കൊല്ലപ്പെടുകയും 251 ബന്ദികളെ തട്ടിക്കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് ഏറ്റവും പുതിയ സംഘർഷം ഉണ്ടായതെന്ന് ഇസ്രയേൽ അധികൃതർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മറുപടിയായിട്ട് ഇസ്രയേൽ നിരന്തരമായ സൈനിക നടപടി ആരംഭിക്കുമെന്ന തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. പിന്നീട് 48,000-ലധികം പാലസ്തീനികളെ ഇല്ലാതാക്കി. പക്ഷേ ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഭൂരിഭാഗം നശിപ്പിക്കുകയും ഏകദേശം 2.3 ദശലക്ഷം ജനങ്ങളെയും പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്തുവെന്ന് ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.